Hi all, this is Meera. In the class 10, chapter 1, exercise 1.4, question number 2. Write down the decimal expansions of those rational numbers in question 1 which have terminating decimal expansions. അപ്പോൾ നമ്മൾ എക്സസൈസ് 1.4ൽ ക്വസ്റ്റ്യൻ 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് അത് നമ്മൾ കണ്ടെത്തിയായിരുന്നു ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് ഇവിടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സസൈസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിവിടെ ടെക്സ്റ്റിൽ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഡെസിമൽ എക്സ്പാൻഷൻ കാണേണ്ടതെന്ന് അത് നമുക്ക് ഫോളോ ചെയ്യാം. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. 13 ഡിവൈഡഡ് ബൈ 3125. അപ്പോൾ ഇതിന് ഡെസിമൽ എക്സ്പാൻഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 13നെ 3125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന് ഡെസിമൽ എക്സ്പാൻഷൻ കാണുക. അപ്പോൾ ഡിവിഷൻ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ എക്സസൈസ് 1.4ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് 13 ഡിവൈഡഡ് ബൈ 3125നെ 5⁵5 എന്ന് കണ്ടെത്തിയായിരുന്നു. സോ ആദ്യമായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും അതിനെ ഫാക്ടറൈസ് ചെയ്യാത്തത്. അപ്പോൾ 13 ബൈ 3125 എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 5⁵5 ആണ്. നമുക്കറിയാം 2ൻ്റെയും 5ൻ്റെയും ഫാക്ടർ ആയിരിക്കണം ഈ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആകണമെങ്കിൽ നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ ഇവിടെ ഇപ്പോൾ 5⁵5 ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5⁵5 ആണെങ്കിൽ ഞാൻ 2⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല, ന്യൂമറേറ്ററിനെയും 2⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ 3125നെ ഞാൻ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് 5⁵5 ആണെന്ന് കിട്ടി. ഈ 5⁵5നെ 2⁵5 ഇതിന് ഇക്വലൻ്റ് ആയിട്ട് 2ൻ്റെ പവർ 5ൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പം നമുക്ക് നോക്കാം. 13 ഇൻറ്റു 2⁵5 എന്ന് പറഞ്ഞാൽ 2 2s are 4, 4 2s are 8, 8 2s are 16, 16 ഇൻറ്റു 2 32. അപ്പോൾ 2⁵5 എന്ന് പറയുന്നത് നമുക്കറിയാം 32 ആണെന്ന്. ഇനി അറിയാത്തവരത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി 5⁵5 ഇൻറ്റു 2⁵5 നമുക്കറിയാം പവർ സെയിം ആണെങ്കിൽ നമുക്കതിനെ 5 ഇൻറ്റു 2 ഇൻറ്റു ⁵5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് 32നെ 13 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6, 3 3s are 9, 2 ഇൻറ്റു 1 2, 3 ഇൻറ്റു 1 3, 6, 9 പ്ലസ് 2 11, 1 റിമൈൻഡർ വന്നു 416. അപ്പം 416 ഡിവൈഡഡ് ബൈ 5 2s are 10 ആണ്, 10⁵5 എന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ ഇങ്ങനെ 10ൻ്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിതിനെ 5 ഇവിടെ 2⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ 416 ഡിവൈഡഡ് ബൈ 10⁵5 എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 416നെ ഈ 10⁵5 എന്ന് പറഞ്ഞാൽ 1ൻ്റെ അപ്പുറം 5 പൂജ്യമാണുള്ളത്. അപ്പോൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവിഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ നിന്ന് പോയിന്റ് 5 പ്രാവശ്യം ലെഫ്റ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് 1 2 3 4 5. അപ്പം നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടി. അതായത് 10⁵5 എന്നാണ് വന്നത്. അപ്പം 5 പൂജ്യമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 5 സ്ഥാനം മാറ്റി ലെഫ്റ്റിലോട്ട് 1 2 3 4 5 എന്നിട്ട് ഇവിടെ കൊണ്ട് പോയിന്റ് ഇടുക. അപ്പം 13 ബൈ 3125ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് 0.00416. ഒരിക്കൽ കൂടി നോക്കിയത് എങ്ങനെയാണ് ചെയ്തതെന്ന്. ആദ്യമായിട്ട് നമ്മൾ ഈ 3125നെ നമ്മൾ അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് 5⁵5 എന്ന് കണ്ടെത്തി. അപ്പോൾ 5⁵5 ആയതുകൊണ്ട് 2⁵5 കൊണ്ട് അതിൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഈ ഫോമിൽ കിട്ടി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10⁵5 5 പൂജ്യമാണ് 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അപ്പോൾ 5 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. സെക്കൻഡ് വൺ നോക്കാം. 17 ബൈ 8. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തിയായിരുന്നു 17 ബൈ 2 ക്യൂബിന് ഈക്വൽ ആണ് 17 ബൈ 8. അതായത് 8നെ ഫാക്ടറൈസ് ചെയ്തു 2 ക്യൂബ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? 2 ക്യൂബ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 5 ക്യൂബ് കൊണ്ട് രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് വരും? 17 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്.
അറിയത്തില്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി ഇവിടെ 2 into 5 the whole cube, അതായത് 2 cube into 5 ക്യൂബിനെ നമുക്ക് 2 into 5 the whole cube എന്ന് എഴുതാം. ഇനി 125 into 17, 7 5s are 35, 3 7 2s are 14, 14 plus 3 17, 1 7 into 1 7, 7 plus 1 8, 5 2 1 5, 7 plus 5 12, 1 8 plus 2 10, 10 plus 1 11, 1 2. നമുക്ക് ആൻസർ 2125 divided by 10 cube, അതായത് 5 2s are 10, 10 cube എന്ന് വന്നു. അപ്പോൾ 10 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 zeros ആണുള്ളത്. 2125 3 പ്ലേസ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം. 1 2 3. അപ്പം നമുക്ക് 17/8 ഡെസിമൽ എക്സ്പാൻഷൻ 2.125 എന്ന് കിട്ടി. ഫോർത്ത് വൺ 15/1600. അപ്പം 15/2⁶ into 5 square നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനെ കണ്ടെത്തിയിരുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ 2⁶ ഉണ്ട്, 5⁴ ഉള്ളൂ. അതായത് ഈ 6 ആകാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം? 5നെ 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം 5⁴ into 5⁴ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5⁴2 plus 4 that is equal to 5⁶. അപ്പം 5⁴2 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ 5⁴ കൂടെ, അതായത് a⁴m into a⁴n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁴m plus n. സോ ഈ 6ൽ നിന്ന് 2 മൈനസ് ചെയ്ത് 4, ആ 5⁴ കൊണ്ടാണ് നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 5⁴ into 5⁴. ഇവിടെ എന്ത് വരും? 15 into 5⁴ എന്ന് പറഞ്ഞാൽ അത് 625 ആണ്. അതായത് 5 5s are 25, 25 into 5 125 വരും. 125നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 വരും. ഡിവൈഡഡ് ബൈ 2 into 5 the whole raised to 6 എന്ന് വന്നു. അതായത് ഇവിടെ പവർ സെയിം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ 5⁶ എന്ന് വന്നു. സോ 2 into 5 the whole raised to 6. ഇനി 625നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 5s are 25, 2 വന്നു. 5 2s are 10, 10 plus 2 12. 6 5s are 30, 30 plus 1 31. 5 2 6, 5 7 3 9. നമ്മുടെ ആൻസർ എന്ത് വന്നു? 9375 divided by 10⁻6. 5 2s are 10, 10⁻6 എന്ന് വന്നു. അപ്പോൾ 9375. എത്ര പൂജ്യമാണുള്ളത്? 6 പൂജ്യമാണുള്ളത്. സോ 6 പ്ലേസ് മാറ്റിയാണ് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 8. അതായത് ഇവിടുന്ന് 6 പോയിന്റ് മാറ്റി 1 2 3 4 5 6. അപ്പോൾ ഇവിടെ നമ്പർ കഴിഞ്ഞ് ബാക്കി 0 ഇട്ടിട്ടാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്. സോ 15/1600 ഡെസിമൽ എക്സ്പാൻഷൻ ആണ് 0.009375. സിക്സ്ത് പാർട്ട് 23 divided by 2 cube into 5 square. അപ്പം നമുക്കിവിടെ ഡിനോമിനേറ്റർ അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് അതിൻ്റെ ഫാക്ടറിൻ്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം 2 ക്യൂബും 5⁻²ഉം. അപ്പോൾ ഇനി 5 ഒരെണ്ണം കൂടി വേണം. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. സോ 5⁻1 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 23 divided by 2 cube 5 squareനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5⁻1 കൊണ്ടാണ്. അപ്പോൾ 5⁻1 വരുമ്പോഴത്തേക്കും 2 plus 1 5⁻3 എന്നാകും. അതുകൊണ്ടാണ് നമ്മളിവിടെ 5⁻1 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 23 into 5 divided by 2 cube into 5 cube എന്ന് വന്നു. അപ്പോൾ 23 into 5 ചെയ്യുമ്പോഴത്തേക്കും 5 3s are 15, റിമൈൻഡർ 1 ഉണ്ട്. 5 2s are 10, 10 plus 1 11. അപ്പം 115 നമ്മുടെ ആൻസർ കിട്ടി. ഇനി 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 5 the whole cube. That is equal to 115 divided by 10 cube. അപ്പോൾ 5 2s are 10 ആണ്, 10 ക്യൂബ് എന്ന്. ഇവിടെ 115 divided by 10 ക്യൂബിൽ 3 zeros ആണുള്ളത്. അതുകൊണ്ട് 3 പ്ലേസ് നമ്മൾ മാറ്റി പോയിന്റ് ചെയ്യണം. 1 2 3. ആൻസർ എന്ത് കിട്ടി? 0.115. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ 8th വൺ
എട്ടാമതായിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ 6/15 ആയിരുന്നു. അപ്പോൾ 6/15 എന്ന് പറയുമ്പോൾ 6നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. 3 2s are 6. 50 എന്ന് പറഞ്ഞാൽ 5 3s are 15. നമ്മളത് കഴിഞ്ഞ് 3 3യും വെട്ടിക്കളഞ്ഞു, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് 2/5 എന്ന് കിട്ടി. ഈ 2/5 എന്ന ഫോർമുല വെച്ചാണ് നമ്മൾ അതിനെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞത്. അതായത് 5 ആണ് അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടർ 5 ആണ്. അപ്പം ഇനി 2/5. ഈ 2/5ൽ ഇതെന്താണ് 5⁻1 ഉണ്ട്. സോ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 2s are 4 ആണ്, 5 2s are 10. 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെ. അപ്പം പോയിന്റ് ഇടുമ്പോൾ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. 0.4 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 6/15 നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയിരുന്നത് 2/5 ആണ് അതിൻ്റെ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോം. ഈ 2/5ൽ ഇനി 5⁻1 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് 2⁻1 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 2s are 10, 2 2s are 4. 4/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റ് മാറ്റി കുത്തിടുക. അപ്പോൾ 0.4. ക്വസ്റ്റ്യൻ നമ്പർ 1ലെ 9th വൺ 35/50. ഈ 35/50 വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്, ഇതിനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തു. അപ്പം ഇവിടെ 7 × 5 എന്ന് നമുക്ക് കിട്ടി. 7 5s are 35. 50 എന്ന് പറയുന്നത് എന്താണ്, 50 നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും 2 25 5 5. നമുക്ക് 2 × 5 × 5 എന്ന് വന്നു. 5ഉം 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ലാസ്റ്റ് 7/10 എന്ന് വന്നു. അപ്പം 7/10 എന്ന് വന്നാൽ എന്താണ്, 0.7. 0.7 ആണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 31st, അതായത് എക്സസൈസ് 1.4ൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 35/50യെ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി അതിനെ റെഡ്യൂസ് ചെയ്ത് 7/10 എന്ന് കണ്ടെത്തിയായിരുന്നു. അപ്പോൾ 7/10 ആണെങ്കിൽ എന്താണ്, ഒരു പോയിന്റ് മാറ്റി കുത്തിടുക 0.7. എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ 2ൽ പറഞ്ഞിരുന്നത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടെത്തിയ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് കണ്ടെത്തിയ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ ആ ഡെസിമൽ എക്സ്പാൻഷൻസ് എന്താണെന്ന് ഇവിടെ കാണാനാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഒരു റാഷണൽ നമ്പറിൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തത് മറ്റൊരു മെത്തേഡാണ്. ആദ്യമായിട്ട് നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ 2ൻ്റെയോ 5ൻ്റെയോ ഒരു ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ 2ൻ്റെയോ 5ൻ്റെയും കൂടി ഒരു ഫാക്ടർ ആയിരിക്കും ഈ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനുള്ള റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ. അപ്പം പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. സെക്കൻഡ് ഡിനോമിനേറ്റർ 2ൻ്റെയും 5ൻ്റെയും ഫാക്ടർ ആയിരിക്കും. അപ്പോൾ 2ൻ്റെ ഫാക്ടർ ആണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള 5ൻ്റെ പവർ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ 5ൻ്റെ പവറിലാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് 2ൻ്റെ പവർ കൊണ്ട് നമ്മൾ ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് താഴെ 10ൻ്റെ പവർ ഫോമിലും മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും കിട്ടും. അപ്പം 10ൻ്റെ പവറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി.